പുരാതന തീർത്ഥാടന കേന്ദ്രമായ ആരക്കുഴ മലയെക്കുറിച്ച് പള്ളിയിലെ പുതുഞായർ തിരുനാളിന് തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി മാതാവിനെക്കുറിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ മാതാവേ ആരക്കുഴ മാതാവേ എന്ന മ്യൂസിക് ആൽബത്തിന്റെ യൂട്യൂബ് റിലീസും നടന്നു. പുരാതന തീർത്ഥാടന കേന്ദ്രമായ ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മലയെക്കുറിച്ച് പള്ളിയിൽ പുതുഞായർ തിരുനാളിന് തുടക്കമായി. ആരക്കുഴ മാതാവിനെക്കുറിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ദീപാങ്കുരൻ സംഗീതം നൽകിയ മാതാവേ ആരക്കുഴ മാതാവേ എന്ന മ്യൂസിക് ആൽബത്തിന്റെ യൂട്യൂബ് റിലീസും ഇതോടൊപ്പം നടന്നു. പ്രശസ്ത ഗായകരായ കെസ്റ്റർ, KG മാർക്കോസ് തുടങ്ങിയവരാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. നമ്മുടെ രൂപതയിലെ ഏറ്റവും പുരാതനമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അറുതി വരില്ല, മതിയാവുകയില്ല എന്നുള്ളതാണ് സത്യം. അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ഈരടികൾ ആരക്കുഴക്കാരുടെ നാവില് എന്ന് തത്തിക്കളിക്കുന്നതാണ്. അത് 5 ഗാനങ്ങളിലൂടെ സുപ്രസിദ്ധ ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ തൂലികയിൽ നിന്ന് അടർന്നു വീണ് അദ്ദേഹത്തിൻ്റെ തന്നെ പുത്രൻ ദീപാങ്കുരൻ അത് സംഗീതം നൽകി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാന്റെ മഹാദാനത്തിന് നമുക്ക് നന്ദി പറയാം. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വികാരിസിനെയും കൊച്ചച്ഛനെയും കൈക്കാരന്മാരെയും പള്ളിയിലെ എല്ലാ കമ്മിറ്റിക്കാരെയും കൈതവുമായിട്ട് അഭിനന്ദിക്കുകയും ഈ ഗാന ആലപത്തിലൂടെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും തോമാശ്ലീഹായോടും കൂടുതൽ അടുത്ത് നിൽക്കുവാനും അവരുടെ മാധ്യസ്ഥം വഴി നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ നാട്ടിലും സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ തീർത്ഥാടകർക്കും ലഭിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നേതൃത്വം കൊടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. തിരുനാളിന് തുടക്കം കുറിച്ച് 10-ന് വൈകുന്നേരം 4:30-ന് അമ്പ പ്രദക്ഷിണവും 5:30-ന് കൊടിയേറ്റും നടന്നു. പുതുഞായർ ദിനമായ 12-ന് രാവിലെ 5-ന് വിശുദ്ധ കുർബാന, 6:30-ന് വിശുദ്ധ കുർബാന,
ഫാദർ ജോർജ് തുറയ്ക്കലിൻ്റെ സന്ദേശം 7:45 വിശുദ്ധ കുർബാന, ഫാദർ പോൾ കളത്തൂരിൻ്റെ സന്ദേശം 9 വിശുദ്ധ കുർബാന, ഫാദർ തോമസ് കല്ലറയ്ക്കലിൻ്റെ സന്ദേശം 10:30 പൊന്തിഫിക്കൽ കുർബാന എന്നിവ നടക്കും. മാർ ജോർജ് ഞെർലക്കാട്ട്, ഫാദർ ജോസ് കണ്ടത്തിൽ, ഫാദർ ജോസഫ് കണ്ണാത്തുകുഴി എന്നിവരാണ് സഹകാർമ്മികരാകുന്നത്. 12:30 പ്രദക്ഷിണം, ഉച്ചകഴിഞ്ഞ് 3 വിശുദ്ധ കുർബാന, ഫാദർ ജോർജ് മാതയ്ക്കലിൻ്റെ സന്ദേശം, 5 വിശുദ്ധ കുർബാന, ഫാദർ ജോസഫ് മടത്തലിൻ്റെ സന്ദേശം, 7 വിശുദ്ധ കുർബാന, ഫാദർ കുര്യൻ കുരിക്കാട്ടലിൻ്റെ സന്ദേശം എന്നിവയുണ്ടാകും. 13 മുതൽ 17 വരെ തീയതികളിൽ രാവിലെ 7:30 വിശുദ്ധ കുർബാന, വൈകിട്ട് 4 അമ്പപ്രദക്ഷിണം, 5:30 വിശുദ്ധ കുർബാന, സന്ദേശം എന്നിവയുണ്ടാകും. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് പീച്ചാട്ട്, ഫാദർ ജേക്കബ് തലാപ്പിള്ളിൽ, ഫാദർ ജോസഫ് ചാരനാൽ, ഫാദർ ജോർജ് കരോട്ട് നെടുങ്ങാട്ട്, ഫാദർ വർഗീസ് പാറമേൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും. 18 രാവിലെ 7 8:30 10 വിശുദ്ധ കുർബാന നടക്കും. ഫാദർ റെജി ചെമ്പോത്തിക്കര, ഫാദർ ജോസഫ് കുഞ്ചിറക്കാട്ട്, ഫാദർ പോൾ വാലമ്പാറയ്ക്കൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4 അമ്പപ്രദക്ഷിണം, 5:30 വിശുദ്ധ കുർബാന, ഫാദർ ജോസഫ് താന്നിക്കലിൻ്റെ സന്ദേശം, ജപമാല റാലി എന്നിവയുണ്ടാകും. 8-ാം ഇടമായ 19 രാവിലെ 5 6:30 7:45 9 വിശുദ്ധ കുർബാനയുണ്ടാകും. ഫാദർ മാത്യു എം മുണ്ടയ്ക്കൽ സന്ദേശം നൽകും. ഫാദർ ഇമ്മാനുവേൽ വെള്ളോംകുന്നിൽ, ഫാദർ മാത്യു രാമനാട്ട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. 10:30 മാർ ജോർജ് മഠത്തിക്കണ്ടത്തലിൻ്റെ നേതൃത്വത്തിൽ പൊന്തിഫിക്കൽ കുർബാന നടക്കും. 12:30 പ്രദക്ഷിണം, വൈകിട്ട് 3 വിശുദ്ധ കുർബാന തുടങ്ങിയ ചടങ്ങുകളും വിവിധ ദിവസങ്ങളിലായി നടക്കും. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.